കുപ്രസിദ്ധ മാവോവാദി നേതാവ് മദ്വി ഹിത്മയെ ഏറ്റുമുട്ടലിൽ വധിച്ചു. ആന്ധ്രാപ്രദേശിലെ അല്ലൂരി സീതാരാമരാജു ജില്ലയിലുണ്ടായ ഏറ്റുമുട്ടലിനിടെയാണ് ഹിത്മയെ സുരക്ഷാസേന വധിച്ചത്. ഹിത്മയുടെ ഭാര്യ രാജെ എന്ന രാജാക്കയും ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടതായാണ് വിവരം. മാവോവാദികളുടെ ഒളിയിടങ്ങളായ ആന്ധ്രാപ്രദേശ്, ഛത്തീസ്ഗഡ്, തെലങ്കാന സംസ്ഥാനങ്ങളുടെ അതിർത്തികളിലായി സുരക്ഷാസേന നടത്തിയ ഓപ്പറേഷനിടെയാണ് ഹിതാമ അടക്കമുള്ളവരെ വധിച്ചതെന്നാണ് റിപ്പോർട്ട്. മേഖലയിൽ ഇപ്പോഴും സുരക്ഷാസേനയുടെ ഓപ്പറേഷൻ തുടരുകയാണെന്നും സ്ഥലത്തു നിന്ന് 6 മാവോവാദികളുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തതായും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സാധാരണക്കാർക്കും സുരക്ഷാസേനക്കാർക്കും നേരെ രാജ്യത്തെ 26ഓളം ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിയ മാവോവാദി നേതാവാണ് ഹിതാമ. 1981 മധ്യപ്രദേശിലെ സുക്കുമയിൽ ജനിച്ച ഹിതാമ പീപ്പിൾസ് ലിബറേഷൻ ഗറില്ല ആർമിയുടെ ബറ്റാലിയനെ നയിച്ചയാളായിരുന്നു. CPIയുടെ മാവോവാദി വിഭാഗത്തിന്റെ സെൻട്രൽ കമ്മിറ്റിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗവുമായി. ബസ്താർ മേഖലയിൽ നിന്ന് സെൻട്രൽ കമ്മിറ്റിയിലെത്തിയ ഏക ഗോത്രവിഭാഗക്കാരനുമായിരുന്നു. രാജ്യത്ത് നടുക്കിയ നിരവധി പേരുടെ ജീവനെടുത്ത വിവിധ മാവോവാദി ആക്രമണങ്ങളുടെ സൂത്രധാരൻ ഹിതാമയായിരുന്നു. 2010 ദന്തേവാഡിയിൽ 76 CRPF ജവാന്മാർ വീരമൃത്യു വരിച്ച മാവോവാദി ആക്രമണം, 2013 തിൻറാം ഘട്ടിയിൽ കോൺഗ്രസ് നേതാക്കളടക്കം 27 പേരുടെ ജീവൻ നഷ്ടമായ ആക്രമണം, 2021 സുക്കുമയിലും ബിജാപൂരിലുമായി 22 സുരക്ഷാ സേനാംഗങ്ങൾ കൊല്ലപ്പെട്ട സംഭവം എന്നിവയടക്കം വിവിധ ആക്രമണങ്ങൾക്ക് പിന്നിൽ ഹിതാമയായിരുന്നു. ഏറെക്കാലമായി ഒളിവിൽ കഴിഞ്ഞ് മാവോവാദി പ്രവർത്തനം നടത്തിയിരുന്ന ഹിതാമയുടെ തലയ്ക്ക് 50 ലക്ഷം രൂപയാണ് പ്രഖ്യാപിച്ചിരുന്നത്.